നമസ്കാരം. 1934 ജൂൺ 30 മുതൽ ജൂലൈ 2 വരെ അഡോൾഫ് ഹിറ്റ്ലർ നേരിട്ട് നേതൃത്വം കൊടുത്തുകൊണ്ട് ജർമ്മനിയിൽ എമ്പാടുമായി നടത്തിയ കൊലപാതകങ്ങൾ ഒരു രാഷ്ട്രത്തിലും അതിനു മുമ്പ് കണ്ടും കേട്ട് പരിചയമില്ലാത്തതാണ്. ഹിറ്റ്ലറുടെ വിശ്വസ്തനായിരുന്ന, ഹിറ്റ്ലറെ നേതാവായി വളർത്തിയെടുക്കുന്നതിൽ മുൻപന്തിയിൽ നിന്ന് എസ്.ഐയുടെ തലവൻ റോം വരെ ആ ദിവസം കൊല്ലപ്പെടുകയാണ്. ഹിറ്റ്ലറുടെ നാസി പാർട്ടിയെ മ്യൂണിക്കിലെ ഒരു പ്രാദേശിക കക്ഷിയിൽ നിന്ന് ജർമ്മനി അറിയുന്ന കക്ഷിയാക്കി മാറ്റിയ ഗ്രെഗർ സ്ട്രോസർ ആ ദിവസം കൊല്ലപ്പെട്ട ആളാണ്. അങ്ങനെ അനവധി നേതാക്കളാണ് അന്ന് കൊല്ലപ്പെട്ടത്. അതോടൊപ്പം ഹിറ്റ്ലർക്ക് മുമ്പ് ജർമ്മൻ ചാൻസലറായിരുന്ന ഷീൽച്ചർ ആ ദിവസം കൊല്ലപ്പെട്ടതാണ്. പട്ടാപ്പകൽ ഹിറ്റ്ലർ നേതൃത്വം കൊടുക്കുന്ന ഒരു കൊലപാതക പരമ്പര. ഒരു സ്ഥലത്ത് ഹിറ്റ്ലർ നേതൃത്വം കൊടുക്കുമ്പോൾ മറ്റു സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന്റെ അനുയായികൾ നേതൃത്വം കൊടുക്കുന്നു. ഏകദേശം 180ഓളം ലീഡേഴ്സ് മാത്രം ആ ഒറ്റ ദിവസം കൊണ്ട് കൊല്ലപ്പെടുകയാണ്. അതിനെ പാർലമെന്റിൽ ഹിറ്റ്ലർ ന്യായീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സംഭവം കഴിഞ്ഞതോടുകൂടി ഹിറ്റ്ലറുടെ ജന്മദേശമായ ഓസ്ട്രിയയിലെ വിയന്നയിൽ നാസി പാർട്ടിയോട് ആഭിമുഖ്യമുള്ള ആളുകൾ ആ ഭാഗം കൂടി ജർമ്മനിയുടെ ഭാഗമാക്കണമെന്നുള്ള അവരുടെ നിരന്തരമായ ആവശ്യം ഒരിക്കൽ കൂടി ഉന്നയിക്കുകയാണ്. ജർമ്മനിയുടെ ബോർഡറിലാണ് ഓസ്ട്രിയ. വിയന്ന വരെയുള്ള ഭാഗത്ത് ജർമ്മൻ ഭാഷ സംസാരിക്കുന്നവരാണ് ഭൂരിപക്ഷവും. ആ ഭാഗം കൂടി ജർമ്മനിയുടെ ഭാഗമാക്കണം. ഇതാണ് നാസി പ്രതിനിധികളുടെ ആവശ്യം. ഹിറ്റ്ലർ ഒളിഞ്ഞും തെളിഞ്ഞും അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓസ്ട്രിയയെ ജർമ്മനിയുടെ ഭാഗമാക്കണമെന്നുള്ള ആവശ്യം ആദ്യം ആരംഭിക്കുന്നത് തന്നെ 1933 ഹിറ്റ്ലർ അധികാരത്തിൽ വരുന്നതോടുകൂടിയാണ്. ഹിറ്റ്ലർ നമ്മുടെ ആളാണ് ജർമ്മൻ ചാൻസലർ, അതുകൊണ്ട് നമുക്ക് ജർമ്മനിയുടെ പാർട്ടാകാം. ഈ ഒരു ശൈലിയിലുള്ള പ്രചാരണം ഓസ്ട്രിയയിൽ എമ്പാടും നടക്കുകയാണ്. ആ പ്രചാരണം സ്റ്റാർട്ട് ചെയ്ത 1933 മാർച്ചിൽ തന്നെ ഓസ്ട്രിയയിൽ അധികാരത്തിലിരുന്ന ക്രിസ്ത്യൻ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ചാൻസലർ എംഗൽഫർട്ട് ഡോൾഫസ് കടുത്ത ഒരു തീരുമാനമെടുക്കുകയാണ്. അദ്ദേഹം ഓസ്ട്രിയൻ പാർലമെന്റിനെ അങ്ങ് പിരിച്ചുവിട്ടു. ഒരു ഏകാധിപത്യ ഭരണത്തിലേക്ക് ഓസ്ട്രിയ കടക്കുകയാണ്. ഒരു ഫാസിസ്റ്റ് ഭരണരീതിയാണ് ഡോൾഫസ് അവിടെ നടപ്പിലാക്കുന്നത്. ഓസ്ട്രോ ഫാസിസ്റ്റ് എന്ന് പേരിട്ട് വിളിച്ച ഭരണക്രമത്തിന്റെ നേതാക്കൾ സഹായത്തിനായി നോക്കുന്നത് തൊട്ട് അടുത്ത് കിടക്കുന്ന ഇറ്റലിയാണ്. ഫാസിസ്റ്റ് തലവനായ സാക്ഷാൽ മുസോളിനിയാണ് അവർ നേതാവായി കാണുന്നത്. ഒരു വശത്ത് മുസോളിനിയുടെ ഇറ്റലി, മറുവശത്ത് അഡോൾഫ് ഹിറ്റ്ലർ ജർമ്മനി. ഓസ്ട്രിയൻ ഏകാധിപതിയായ ഡോൾഫസിന് ജർമ്മനിയിലെ അഡോൾഫ് ഹിറ്റ്ലറേക്കാൾ വിശ്വാസം ഇറ്റലിയിലെ മുസോളിനിയാണ്. മുസോളിനിയുടെ സപ്പോർട്ടാണ് ഡോൾഫസിനുള്ളത്. മുസോളിനിയുടെ സപ്പോർട്ട് ഡോൾഫസിന് ഉള്ളത് കൊണ്ട് ഡോൾഫസ് 1933 മെയ് മാസത്തിൽ തന്നെ നാസി പാർട്ടിയുടെ അനുയായികൾ ബ്രൗൺ ഷർട്ട് ധരിക്കുന്നത് പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ്. ബ്രൗൺ ഷർട്ടുകാർ എന്നാണ് സ്വാഭാവികമായും നാസി പാർട്ടിയെ അറിയപ്പെടുന്നത്. ആ ബ്രൗൺ ഷർട്ട് ഓസ്ട്രിയയിൽ ഒരു സ്ഥലത്തും പൊതു ഫംഗ്ഷന് ധരിക്കുവാൻ പാടില്ല. അത്തരമൊരു ഓർഡർ ഡോൾഫസ് ഇറക്കുകയാണ്. 33 ജൂൺ 19 ഡോൾഫസ് ഒരു പടി കൂടി കടക്കുകയാണ്. ഓസ്ട്രിയയിലെ നാസി പാർട്ടിയെ ഔപചാരികമായി നിരോധിച്ചു. സ്വാഭാവികമായും ഈ ആക്ഷൻ ജർമ്മനിയിലെ ഹിറ്റ്ലറെയും ടീമംഗങ്ങളെയും ചൊടിപ്പിക്കുകയാണ്. ഇതിന് ഹിറ്റ്ലർ ഒരു പുതിയ നയം നടപ്പിലാക്കിക്കൊണ്ട് തിരിച്ചടിക്കുകയാണ്. ജർമ്മനിയിൽ നിന്ന് ധാരാളം ടൂറിസ്റ്റുകൾ ഓസ്ട്രിയക്ക് പോകാറുണ്ട്. അങ്ങനെ പോകുന്ന ടൂറിസ്റ്റുകൾ 1000 ജർമ്മൻ മാർക്ക് ഫീസായിട്ട് ജർമ്മനിയിൽ അടയ്ക്കണം. 1000 ജർമ്മൻ റീച്ച് മാർക്ക് എന്ന് പറയുമ്പോൾ വലിയ തുകയാണ്. അത്രയും തുക ജർമ്മനിയിൽ ഫീസ് അടച്ച് ഓസ്ട്രിയയിലേക്ക് പോകാൻ ടൂറിസ്റ്റുകൾ വിസമ്മതിക്കും. അങ്ങനെ വിസമ്മതിച്ചാൽ സ്വാഭാവികമായിട്ടും അത് ഓസ്ട്രിയയുടെ എക്കണോമിയെ സാരമായി ബാധിക്കും. ആ പ്രശ്നം വളർന്ന് വലുതായാൽ സർക്കാരിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഡോൾഫസ് ഗവൺമെന്റ് രാജിവെക്കും. ഇങ്ങനൊരു വിശ്വാസമാണ് ഹിറ്റ്ലർക്ക് ഉണ്ടായിരുന്നത്. ഹിറ്റ്ലർ അത് അങ്ങനെ തന്നെ മന്ത്രിസഭാ മീറ്റിംഗിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഹിറ്റ്ലറെയും കൂട്ടാളികളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു സംഭവം ഉണ്ടാവുകയാണ്. ഡോൾഫസ്
ഓസ്ട്രിയൻ ജർമ്മൻ അതിർത്തിയിൽ വിസ സമ്പ്രദായം കൊണ്ടുവരികയാണ്. ഓസ്ട്രേലിയക്ക് വരുന്ന ഏതൊരാളും വിസ എടുക്കണം. വിസ ഉള്ളവർക്കേ ഓസ്ട്രിയക്ക് വരാൻ പറ്റൂ. ഒരുപാട് നാസി പാർട്ടി പ്രവർത്തകർ ഓസ്ട്രിയൻ അതിർത്തിയുടെ ഇപ്പുറവും അപ്പുറവുമായി ഉണ്ട്. അവർ കൂടെ ഇപ്പുറത്തും അപ്പുറത്തും വരുന്നവരാണ്. അവർക്ക് പോലും വിസ ഉണ്ടെങ്കിൽ മാത്രമേ അതിർത്തി കടന്ന് അപ്പുറത്തേക്ക് പോകാൻ പറ്റൂ. ധാരാളം നാസി പാർട്ടി മീറ്റിങ്ങുകൾ ഓസ്ട്രിയൻ അതിർത്തിക്ക് ഇപ്പുറത്ത് ജർമ്മനിയിൽ നടക്കാറുണ്ട്. ഓസ്ട്രിയയിലുള്ള നാസി പാർട്ടി പ്രതിനിധികൾ സ്ഥിരമായി ഇപ്പുറത്ത് വരുന്നതാണ്. ഒരു തടസ്സവുമില്ലാതെ വന്നുകൊണ്ടിരുന്ന അവർക്ക് ഇനി വിസ വേണം എന്ന ശൈലിയിലേക്ക് കാര്യങ്ങൾ വരുന്നു. സ്വാഭാവികമായിട്ടും ഓസ്ട്രിയയിലെ നാസി പാർട്ടി അംഗങ്ങൾ സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ പ്രതികരണവുമായി തെരുവിലേക്ക് ഇറങ്ങുകയാണ്. അനവധി സ്ഥലങ്ങളിലാണ് പോലീസുമായിട്ടും ഗവൺമെന്റ് ഓഫീസുകളുമായിട്ടും നാസി പാർട്ടിയിലെ അംഗങ്ങൾ ഓസ്ട്രിയയിൽ പല സ്ഥലത്തും ഏറ്റുമുട്ടുന്നത്. അതിന് നേതൃത്വം കൊടുക്കുന്നത് ഓസ്ട്രിയയിലെ നാസി പാർട്ടിയുടെ തലവൻ തിയോഡർ ഹാബിച്ച് ഹിറ്റ്ലറുടെ ഒരു ഒന്നൊന്നര അനുയായിയാണ്. ഓസ്ട്രിയയിലെമ്പാടുമായി നാസി പാർട്ടി അംഗങ്ങൾ തിയോഡറിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന അക്രമ പ്രവർത്തനങ്ങളുടെ ലക്ഷ്യം ഓസ്ട്രിയയെ ജർമ്മനിയിലേക്ക് ചേർക്കാനാണെന്ന് ആദ്യം തോന്നുന്നത് മുസോളിനിക്കാണ്. മുസോളിനി ഡോൾഫസിന്റെ പിന്നിൽ അണിനിരക്കുകയാണ്. ജർമ്മനിയുടെ ഓസ്ട്രിയ ആക്രമണത്തെ എന്ത് വില കൊടുത്തും തടയുമെന്ന് മുസോളിനിയുടെ പ്രഖ്യാപനം ഉണ്ടാകുന്നത് ഈ സമയത്താണ്. 1934 ഫെബ്രുവരി 17 ഇറ്റലിയിൽ കൂടിയ ഫ്രാൻസിന്റെയും ബ്രിട്ടന്റെയും ഇറ്റലിയുടെയും പ്രതിനിധികൾ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ്. അവർ ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. ഓസ്ട്രിയയുടെ പരമാധികാരം സംരക്ഷിക്കാനായി ബ്രിട്ടനും ഫ്രാൻസും ഇറ്റലിയും ഓസ്ട്രിയയുടെ കൂടെ നിൽക്കുമെന്നാണ് ആ പ്രഖ്യാപനം. ഓസ്ട്രിയയുടെ അതിർത്തി സംരക്ഷിക്കുവാൻ അവർ കൂടെ ഉണ്ടാകുമെന്നാണ് ആ പ്രഖ്യാപനത്തിന്റെ അർത്ഥം. അതോടൊപ്പം തന്നെ ഇറ്റലിയും ഓസ്ട്രിയയും ഹംഗറിയും ചേർന്ന് ഒരു പുതിയ മുന്നണി രൂപീകരിക്കുകയാണ്. ആ 3 രാജ്യങ്ങളുടെയും സാമ്പത്തികവും വ്യാവസായികപരവും സൈനികപരവുമായ എല്ലാ കാര്യങ്ങളിലും ഒന്നിച്ചു നിൽക്കാനായി ആ 3 രാജ്യങ്ങളും തീരുമാനിച്ചുകൊണ്ടുള്ള ഒരു കരാറാണ് ഒപ്പിടുന്നത്. റോം പ്രോട്ടോക്കോൾ എന്ന പേരിൽ ആ കരാർ നിലവിൽ വന്നു. സകല കരാറുകളും ജർമ്മനിയെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഉണ്ടാകുന്നത് മാത്രം. സഖ്യകക്ഷിയാക്കുവാൻ അഡോൾഫ് ഹിറ്റ്ലർ തുടക്കം മുതൽ കണ്ടുവച്ചിരുന്ന ഒരു രാജ്യമാണ് ഇറ്റലി. ആ ഇറ്റലിയും ജർമ്മനിയും തമ്മിലാണ് പതുക്കെ അകന്നു തുടങ്ങുന്നത്. മുസോളിനിയുടെ ഫാസിസ്റ്റ് ഭരണത്തിന്റെ ഒരു ആരാധകനായിരുന്നു തുടക്കം മുതലേ അഡോൾഫ് ഹിറ്റ്ലർ. അവിടെ ഇറ്റലിയിൽ മുസോളിനി അധികാരം പിടിച്ച കണ്ടില്ലേ? അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളൊന്നും പാർലമെന്റിന് വിധേയമല്ല, അതുപോലെയാകണം ജർമ്മനിയും എന്നൊക്കെ പറഞ്ഞ് വോട്ട് പിടിച്ച് അധികാരത്തിൽ വന്ന വ്യക്തിയാണ് അഡോൾഫ് ഹിറ്റ്ലർ. ആ അഡോൾഫ് ഹിറ്റ്ലറിൽ നിന്ന് സാക്ഷാൽ മുസോളിനി അകന്നു തുടങ്ങുന്നു. 1934 ജൂൺ 14, 15 തീയതികളിൽ വെനീസിൽ വെച്ച് അഡോൾഫ് ഹിറ്റ്ലറും മുസോളിനിയും നേരിൽ കാണുകയാണ്. ഭരണത്തിലേറിയതിനു ശേഷം ആദ്യമായിട്ടാണ് അഡോൾഫ് ഹിറ്റ്ലർ അടുത്ത ഒരു രാജ്യത്തേക്ക് യാത്ര പോകുന്നത്. അത് ഇറ്റലിയിലേക്കാണ്. ഇറ്റലിയിലെ വെനീസിൽ മുസോളിനിയും അഡോൾഫ് ഹിറ്റ്ലറും നേരിൽ കാണുന്നു. മുസോളിനിക്കും അത്യാവശ്യം നന്നായി ജർമ്മൻ ഭാഷ സംസാരിക്കാൻ അറിയാം. അതുകൊണ്ട് തന്നെ ദ്വിഭാഷയെ ഒഴിവാക്കി രണ്ടുപേരും മുഖത്തോടോ നോക്കി സംസാരിക്കുകയാണ്. പക്ഷേ മുസോളിനി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടും ഹിറ്റ്ലർ മനസ്സ് തുറക്കാൻ ഈ ദിവസങ്ങളിൽ തയ്യാറായില്ല. ഹിറ്റ്ലറുടെ മനസ്സിൽ ആ നിമിഷം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് എസ്സേയും അതുപോലെ മറ്റാളുകളെയും അവസാനിപ്പിക്കുന്നതിനുള്ള തയ്യാറെടുപ്പാണ്. 1934 ജൂൺ 14, 15 മുസോളിനിയുടെ മുമ്പിൽ ഹിറ്റ്ലർ ഇരിക്കുന്ന അതേ സമയത്ത് തന്നെ ജർമ്മനിയിൽ എമ്പാടുമുള്ള എതിരാളികളെ വകവരുത്താനുള്ള പ്ലാന് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹിറ്റ്ലറുടെ ശ്രദ്ധ മുഴുവൻ അക്കാര്യത്തിലാണ്. അതുകൊണ്ട് തന്നെ മുസോളിനി ഹിറ്റ്ലറും തമ്മിലുള്ള കൂടിക്കാഴ്ച വിജയത്തിൽ അവസാനിച്ചതുമില്ല. മുസോളിനിയുമായിട്ടുള്ള ഹിറ്റ്ലർ മീറ്റിംഗ് കഴിഞ്ഞ് 2 ആഴ്ച കഴിയുമ്പോഴാണ് ഹിറ്റ്ലർ തന്നെ നേതൃത്വം കൊടുക്കുന്ന കൊലപാതക പരമ്പരകൾ ജർമ്മനിയിൽ എമ്പാടും നടക്കുന്നത്. ഹിറ്റ്ലറുടെ എല്ലാ എതിരാളികളെയും പട്ടാപ്പകൽ വിചാരണയൊന്നുമില്ലാതെ വെടിവെച്ചു പോകുന്ന ആ സംഭവം ഉണ്ടാവുന്ന നൈറ്റ് ഓഫ് ലോങ് നൈഫ്സ് എന്ന പേരിൽ പ്രസിദ്ധമായ ആ കൊലപാതക പരമ്പര. അത് കഴിഞ്ഞതും ഹിറ്റ്ലർ ശ്രദ്ധ ഓസ്ട്രിയയിലേക്ക് തിരിയുകയാണ്. 1934 ജൂലൈ 25 വിയനയിലുള്ള നാസി പാർട്ടിയുടെ SS പടയാളികൾ ഓസ്ട്രിയൻ ചാൻസലർ ഡോൾഫസിന്റെ വീട്ടിലേക്ക് ഇരച്ചു കയറുന്നത് ആ ദിവസത്തിലാണ്. പോയിന്റ് ബ്ലാങ്കിൽ ഡോൾഫസിനെ വെടിവെച്ച് കൊന്ന നാസി പാർട്ടിയുടെ SS പടയാളികൾ ഓസ്ട്രിയയുടെ അധികാരം പിടിക്കാനുള്ള ശ്രമത്തിലാണ്.
ഡോൾഫസിന് വെടിവെച്ച് കൊന്നതിന് ശേഷം ആദ്യം അവർ കീഴടക്കിയത് ഓസ്ട്രിയയുടെ ബ്രോഡ്കാസ്റ്റിംഗ് ഹൗസാണ്, റേഡിയോ നിലയം. ഇതിന് 3 ദിവസം മുമ്പേ ജൂലൈ 22-ന്, അന്നൊരു ഞായറാഴ്ചയാണ്, അന്ന് ഹിറ്റ്ലർ ഓസ്ട്രിയയിൽ നിന്ന് ഓസ്ട്രിയയിലെ നാസി പാർട്ടിയുടെ ലീഡർ തിയോഡറിനെ ബെർലിനിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു. കൂടെ അവിടുത്തെ എസ്.ഐയുടെയും SS-ന്റെയും ലീഡേഴ്സിനെ ഒക്കെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. ഓസ്ട്രിയയുടെ ചാൻസലർ ഡോൾഫസിനെ വകവരുത്തിക്കൊണ്ട് അവിടെ നടപ്പാക്കേണ്ട അട്ടിമറി ഏത് ശൈലിയിലായിരിക്കണമെന്ന് ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ വ്യക്തമായി ചർച്ച ചെയ്ത് ഉറപ്പിക്കുകയാണ്. സകല കാര്യങ്ങളും തീരുമാനിച്ചതിന് ശേഷം ഹിറ്റ്ലർ അവരെ ഓസ്ട്രിയയിലേക്ക് മടക്കി അയച്ചു. ഇതേ സമയത്ത് തന്നെ ഹിറ്റ്ലർ ജർമ്മൻ സൈന്യാധിപനായ മേജർ ജനറൽ വാൾട്ടർ ഓൺ റെച്ചിനോട് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. എന്തെങ്കിലും പ്രശ്നം ഓസ്ട്രിയയുടെ ഭാഗത്തുനിന്നുണ്ടായാൽ ജർമ്മൻ സൈന്യത്തോട് ഇടപെടാൻ തയ്യാറായി നിൽക്കാനായി വാൾട്ടർ ഓണിന് ഹിറ്റ്ലർ ഉത്തരവ് കൊടുക്കുകയാണ്. ഓസ്ട്രിയയിൽ നടത്തേണ്ട അട്ടിമറിയുടെ കാര്യങ്ങളൊക്കെ ഫൈനലൈസ് ചെയ്തതിനു ശേഷം ഹിറ്റ്ലറും ഗീബൽസും നേരെ ബെയ്റൂത്തിലേക്ക് തിരിച്ചു. അവിടെ വാഗ്നർ ഫെസ്റ്റിവൽ നടക്കുകയാണ്. ഹിറ്റ്ലർ സജീവമായി വാഗ്നർ ഫെസ്റ്റിവൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുവെന്നേ ആളുകൾക്ക് തോന്നും. ഹിറ്റ്ലർ വാഗ്നർ ഫെസ്റ്റിവലിനായി ബെയ്റൂത്തിലെത്തിയിരിക്കുകയാണ്. വാഗ്നർ ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കെ ആ വാർത്തയിൽ ഡോൾഫോസ് വെടിയേറ്റ് മരിച്ചിരിക്കുന്നു. ഓസ്ട്രിയയിലെ നാസി പാർട്ടി പ്രവർത്തകർ ഓസ്ട്രിയൻ ബ്രോഡ്കാസ്റ്റിംഗ് ഡിവിഷന്റെ ഹെഡ് ഓഫീസ് പിടിച്ചെടുത്തിരിക്കുന്നു. റേഡിയോ നിലയം ഇപ്പോൾ അവരുടെ കൈവശമാണ്. പതുക്കെ പതുക്കെയാണ് ഓസ്ട്രിയയിൽ നിന്ന് വാർത്തകൾ വരുന്നത്. വൈകുന്നേരം ഹിറ്റ്ലർ വാഗ്നറുടെ ഓപ്പറ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ വാർത്ത കൂടെ എത്തുകയാണ്. ഓസ്ട്രിയയിൽ നാസി പാർട്ടിയുടെ നേതൃത്വത്തിൽ നടത്തിയ അട്ടിമറി ശ്രമം പരാജയപ്പെട്ടിരിക്കുന്നു. ഓസ്ട്രിയൻ ആർമി 200ഓളം നാസി പാർട്ടി പ്രവർത്തകരെ വെടിവെച്ച് കൊന്നുകൊണ്ട് കലാപത്തെ പരാജയപ്പെടുത്തിയിരിക്കുന്നു എന്ന വാർത്തയാണ് വാഗ്നർ ഫെസ്റ്റിവലിൽ ഓപ്പറ കണ്ടുകൊണ്ടിരിക്കുന്ന ഹിറ്റ്ലർ ചെവിയിലേക്ക് എത്തുന്ന വിവരം. ഹിറ്റ്ലർ ഓപ്പറ കാണാനിരിക്കുന്നത് ഒരു പ്രത്യേക ബോക്സിലാണ്. സ്റ്റേജിന്റെ മുൻഭാഗത്തായി ഹിറ്റ്ലർക്ക് വേണ്ടി പ്രത്യേക ബോക്സിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു VIP ബോക്സാണ്. ആ ബോക്സിലാണ് ഹിറ്റ്ലർ ഇരിക്കുന്നത്. എന്നാൽ ടെലിഫോൺ കണക്ഷൻ ഉള്ളത് സ്റ്റേജിനോട് ചേർന്നുള്ള മുറിയിലാണ്. വാർത്തകൾ ഒന്നൊന്നായി ആ ടെലിഫോണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കിട്ടുന്ന വാർത്തകൾ ഓപ്പറയ്ക്ക് തടസ്സമുണ്ടാക്കാതെ ഒരാൾ രഹസ്യമായി ഹിറ്റ്ലറുടെ ബോക്സിലെത്തി ഹിറ്റ്ലറോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വളരെ വ്യക്തമായി പ്ലാൻ ചെയ്ത അട്ടിമറി പരാജയപ്പെട്ടിരിക്കുന്ന വിവരം ബോക്സിൽ വെച്ച് ഹിറ്റ്ലർ അറിയുകയാണ്. ഓപ്പറ കഴിഞ്ഞ ഉടൻ ഹിറ്റ്ലർ വാഗ്നറോടൊപ്പം പരസ്യമായി റെസ്റ്റോറൻറ്റിലേക്ക് വരികയാണ്. ഒരുപാട് ആളുകളാണ് അവിടെ കൂടിയിട്ടുള്ളത്. അവരൊക്കെ ഓപ്പണായിട്ട് വാഗ്നറോട് സംസാരിക്കുകയും വാഗ്നറുടെ കുടുംബത്തോടൊപ്പം ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്ന ഹിറ്റ്ലറെ കാണുന്നുണ്ട്. ഹിറ്റ്ലർ മനഃപൂർവ്വം ബോധപൂർവമായി ഉണ്ടാക്കുന്ന സീനാണ്. ഒരു കാരണവശാലും ഓസ്ട്രിയയിൽ നടന്ന അട്ടിമറി പ്രവർത്തനത്തിൽ ജർമ്മൻ ചാൻസലറായ ഹിറ്റ്ലർക്ക് പങ്കുണ്ടെന്നൊരു വാർത്ത വരാൻ പാടില്ല. ഹിറ്റ്ലർ ഇതാ ഇവിടെ ബെയ്റൂത്തിൽ വാഗ്നറുടെ ഫെസ്റ്റിവൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് മാത്രമേ നാളെ വാർത്ത വരാവൂ. ആ ഒരു ശൈലിയിലാണ് കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓസ്ട്രിയയിൽ നിന്ന് വാർത്തകൾ ഒന്നൊന്നായി വന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ പ്രചാരണ വിഭാഗത്തിന്റെ ചുമതലയുള്ള ഗീബൽസ് നുണകളുടെ ഒരു വലിയ ശൃംഖല തന്നെ സൃഷ്ടിക്കുന്ന പരിപാടിയിലേക്ക് അടക്കുകയാണ്. ജർമ്മനിക്ക് ഓസ്ട്രിയയിൽ നടന്ന പ്രവർത്തനങ്ങളുമായി ഒരു ബന്ധമില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് പ്രൊപ്പഗാൻഡ മിനിസ്ട്രി. അതോടൊപ്പം തന്നെ ജർമ്മനിയുടെ വിയന്നയിലെ പ്രതിനിധിയും ജർമ്മനി പിൻവലിക്കുകയാണ്. ബോർഡറും വേഗം അടയ്ക്കുകയാണ്. ജർമ്മനിയിൽ നിന്ന് ഓസ്ട്രിയയിലേക്കുള്ള ആളുകളുടെ സഞ്ചാരം പൂർണ്ണമായി തടയുകയാണ്. കലാപത്തിൽ ഞങ്ങൾക്ക് പങ്കില്ല എന്ന് ജർമ്മനി അസന്നിഗ്ധമായി വ്യക്തമാക്കുന്ന ശൈലിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഓസ്ട്രിയ പിടിക്കാനുള്ള ഹിറ്റ്ലറുടെ മോഹം അവിടെ അവസാനിച്ചു. ഹിറ്റ്ലർ നാസി പാർട്ടിയുടെ ഓസ്ട്രിയയുടെ തലവൻ തിയോഡർ ഹാബിച്ചിനെ തിരിച്ചു വിളിക്കുകയും നാസി പാർട്ടിയുടെ പ്രവർത്തനം ഓസ്ട്രിയയിൽ താൽക്കാലികമായി അവസാനിപ്പിക്കുകയും ചെയ്യുകയാണ്. പക്ഷെ അപ്പോഴും ഹിറ്റ്ലറുടെ മനസ്സിൽ ഓസ്ട്രിയ ഒരു വലിയ സ്വപ്നമായി അവശേഷിക്കുകയാണ്. ഹിറ്റ്ലർ ജനിച്ചു വളർന്ന നാടാണ്. ആ നാടിനെ ജർമ്മനിയുടെ ഭാഗമാക്കുക എന്നുള്ളത് ഹിറ്റ്ലർ ഒരു സ്വപ്നമാണ്. ജർമ്മനിയുടെ നിഷേധക്കുറിപ്പ് ഔദ്യോഗികമായി പ്രസിദ്ധീകരിക്കപ്പെടുന്നത് ഓസ്ട്രിയയിൽ നടന്ന അട്ടിമറിയിൽ ജർമ്മൻ സർക്കാരിനോ ജർമ്മൻ പൗരന്മാർക്കോ അറിഞ്ഞോ അറിയാതെയോ ഒരു പങ്കുമില്ല എന്നാണ് ജർമ്മനി വിശദമാക്കുന്നത്. അത് ശുദ്ധ നുണയാണെന്ന് ഇറ്റലിയിലെ പത്രങ്ങൾ ഇതിനെതിരായി ശക്തമായി പ്രതികരിക്കുകയാണ്. അതിനെതിരായി ജർമ്മൻ പത്രങ്ങൾ പ്രതികരിക്കുകയാണ്. രണ്ട് ഭാഗത്തുമുള്ള പത്രങ്ങളിലൂടെ രാഷ്ട്രീയ നേതൃത്വം പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറ്റലിയും ജർമ്മനിയും തമ്മിലുള്ള അകൽച്ച കൂടിക്കൂടി വരികയാണ്.
ഇറ്റലിക്ക് 3000 വർഷത്തെ പാരമ്പര്യമുണ്ട്. സകലർക്കും അറിയാവുന്ന റോമൻ സാമ്രാജ്യം ഇറ്റലിയിലായിരുന്നു എന്നൊക്കെ ശൈലിയിൽ ഇറ്റലി ഇങ്ങനെ അടിച്ചു പോഴ്ത്തും. അങ്ങനെ ഒരു ചരിത്രമൊന്നും പറയാൻ ജർമ്മനിക്ക് ഇല്ലെന്നാണ് ഇറ്റാലിയൻ പത്രങ്ങൾ വെച്ച് കാച്ചുന്നത്. സ്വാഭാവികമായും അതിനെതിരായിട്ടുള്ള വാർത്തകൾ കൊണ്ട് നിറയുകയാണ് ജർമ്മനി. ഒരു സംഘർഷം ഓസ്ട്രിയയുടെ പേരിൽ ഓസ്ട്രിയയുടെ ഇരുഭാഗത്തുമുള്ള രാജ്യങ്ങൾ തമ്മിൽ പതുക്കെ ഉടലെടുക്കുകയാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം യൂറോപ്പിലുണ്ടായ ഒരു രാഷ്ട്രീയ സ്ഥിതിയുണ്ട്. ആ രാഷ്ട്രീയ സ്ഥിതി ജർമ്മനിക്ക് എതിരാണ്, ജർമ്മനിയുടെ വളർച്ചയ്ക്ക് എതിരാണ്. ജർമ്മനിയുടെ ഒരുപാട് ഭൂഭാഗങ്ങൾ നഷ്ടമായ യുദ്ധമാണ് 1914 മുതൽ 19 വരെ നടക്കുന്ന ഒന്നാം ലോക മഹായുദ്ധം. 1914 മുമ്പുള്ള നഷ്ടപ്രതാപത്തിലേക്ക് തിരിച്ചു വരണമെന്നുള്ളതാണ് ഹിറ്റ്ലറുടെ ആഗ്രഹം. ആ ആഗ്രഹം നടപ്പിലാക്കാനുള്ള ആദ്യത്തെ കളിയാണ് ഓസ്ട്രിയയിൽ ഹിറ്റ്ലർ നടത്തിയത്. അതാണ് ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുന്നത്. ഹിറ്റ്ലറെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വല്ലാത്ത പ്രശ്നമായി മാറുകയാണ്. ഹിറ്റ്ലർ ഇനി എന്ത് ചെയ്യും? ജർമ്മനിക്ക് പുറത്ത് ഒളിവിൽ കഴിയുന്ന ജർമ്മൻ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ആളുകളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകളും അതേപോലെ ജർമ്മനിയിലെ മുഴുവൻ രാഷ്ട്രീയ നേതൃത്വവും അതറിയാനായി ഉറ്റുനോക്കുകയാണ്. ബിസ്മാർക്കിന്റെ പ്രസിദ്ധമായ ഒരു വാചകമുണ്ട്, രാഷ്ട്രീയം സാധ്യതകളുടെ ഒരു കലയാണ്. ആ വാചകം വളരെ മനോഹരമായി യാഥാർത്ഥ്യമാക്കുന്ന കളികളാണ് തുടർന്ന് ഹിറ്റ്ലർ ജർമ്മനിയിൽ നടപ്പിലാക്കുന്നത്. രാഷ്ട്രീയം സാധ്യതകളുടെ കലയാണെന്ന് ബിസ്മാർക്ക് പഠിപ്പിച്ചത് ഹിറ്റ്ലർ നടപ്പിലാക്കുകയാണ്. ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ ജർമ്മനിയുടെ പല ഭാഗങ്ങളെയും ജർമ്മനിയിൽ നിന്ന് അടർത്തി മാറ്റിയിരുന്നു. അതിലൊരു ഭാഗമാണ് സാർ എന്ന് പറയുന്ന പ്രദേശം. ഫ്രാൻസുമായി ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. അവിടെ കൽക്കരിയുടെ വൻ ശേഖരമുണ്ട്. ജർമ്മനിയുടെ വളർച്ച തടസ്സപ്പെടുത്താൻ വേണ്ടി സാർ എന്ന സ്ഥലത്തെ ലീഗ് ഓഫ് നേഷന്റെ കീഴിലാക്കിയിരിക്കുകയാണ്. ജർമ്മനിയുടെ വ്യാവസായികവൽക്കരണത്തെ തടസ്സപ്പെടുത്തുക എന്ന ഒറ്റ ഉദ്ദേശത്തിൽ. ആ സാറിൽ 15 കൊല്ലത്തെ ലീഗ് ഓഫ് നേഷന്റെ ഭരണകാലഘട്ടം അവസാനിക്കുകയാണ്. ഇനിയൊരു റഫറണ്ടമാണ്. ആ റഫറണ്ടം 3 ചോദ്യങ്ങൾക്കാണ് ഉത്തരം പറയേണ്ടത്. സാറിനെ ജർമ്മനിയോട് കൂട്ടിച്ചേർക്കണം, സാറിനെ ഫ്രാൻസിനോട് കൂട്ടിച്ചേർക്കണം, അല്ലെങ്കിൽ ലീഗ് ഓഫ് നേഷന്റെ കീഴിൽ തുടരുക. ഈ 3 ഓപ്ഷനിൽ ഏത് വേണമെങ്കിലും ആളുകൾക്ക് തിരഞ്ഞെടുക്കാം. 1935 ജനുവരിയിലാണ് റഫറണ്ടം തീരുമാനിച്ചിരിക്കുന്നത്. ഓസ്ട്രിയയിലുണ്ടായ പരാജയം ഹിറ്റ്ലറുടെയും ടീമംഗങ്ങളുടെയും മനസ്സിലുള്ളപ്പോഴാണ് സാറിലെ റഫറണ്ടം തീയതി എത്തിയിരിക്കുന്നത്. ഹിറ്റ്ലറും ഗീബൽസും അടങ്ങിയ പ്രചാരണ വിഭാഗം പൂർണ്ണമായും സാറിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. അതിശക്തമായ പ്രചാരണം ആരംഭിക്കുകയാണ്. റിട്ടേൺ ടു ഹോം, വീട്ടിലേക്ക് മടങ്ങുക, ഇതാണ് റീച്ചിലെ ജനങ്ങളോട് നാസി പാർട്ടി ആവശ്യപ്പെടുന്നത്. ഹിറ്റ്ലറെ സാറിൽ പരാജയപ്പെടുത്തുക, ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതുപോലെ ജർമ്മൻ സോഷ്യലിസ്റ്റ് പാർട്ടിയും ആവശ്യപ്പെടുന്നത്. സാറിൽ പൊടിപാറുന്ന പ്രചാരണ പരിപാടിയാണ്. ജർമ്മനിയിൽ അവസാന കാലത്ത് നടന്ന തെരഞ്ഞെടുപ്പുകൾ പരാജയം പറ്റിയ SPD സർവശക്തി ഉപയോഗിച്ച് ഹിറ്റ്ലർക്കും നാസി പാർട്ടിക്കും എതിരായി സാറിൽ പോരാടുകയാണ്. സഖ്യകക്ഷികൾ സ്വാഭാവികമായിട്ടും ഫ്രാൻസിന്റെയും ബെൽജിയത്തിന്റെയൊക്കെ സപ്പോർട്ട് കൂടി അവർക്കുണ്ട്. ജർമ്മനിയിലേക്ക് മടങ്ങിപ്പോകാനായി ആളുകൾ വോട്ട് ചെയ്യും എന്നൊരു തോന്നൽ പൊതുവെയുണ്ട്. 50-52% ആളുകളെങ്കിലും ജർമ്മനിയിലേക്ക് മടങ്ങിപ്പോകാൻ വേണ്ടി വോട്ട് ചെയ്യുമെന്നാണ് പൊതുവെ കരുതിയിരുന്നത്. പക്ഷേ റിസൾട്ട് സകലരും ഞെട്ടിക്കുന്ന ഒന്നാണ്. 90.8% ആളുകളും ജർമ്മനിയിലേക്ക് മടങ്ങിപ്പോകുന്നതിന് അനുകൂലമായിട്ടാണ് വോട്ട് ചെയ്യുന്നത്. 8.8% ആളുകൾ ഇപ്പം നടക്കുന്ന പോലെ ലീഗ് ഓഫ് നേഷന്റെ കീഴിൽ തന്നെ തുടരട്ടെ എന്ന് അഭിപ്രായമുള്ളവരാണ്. 0.4% അത്രയും ആളുകൾ മാത്രമാണ് ഫ്രാൻസിനോട് കൂടിച്ചേരണമെന്ന് ആവശ്യപ്പെട്ടത്. ഈ റിസൾട്ട് SPD അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുകയാണ്. SPD തലവൻ ക്ലോസ്മാൻ ഈ റിസൾട്ടിനെ ഒറ്റ വാചകത്തിൽ അവതരിപ്പിക്കുകയാണ്: സകല പ്രതീക്ഷയും അവസാനിച്ചിരിക്കുന്നു. SPD നാസി പാർട്ടിയുമായി ഇനി ഏറ്റുമുട്ടാനുള്ള ആരോഗ്യമില്ല എന്ന് അതിന്റെ ചെയർമാൻ അസന്നിഗ്ധമായി വ്യക്തമാക്കുകയാണ്. നാസി പാർട്ടി ജർമ്മനിയിൽ പൂർണ്ണമായും നിറഞ്ഞു തുടങ്ങുന്നു എന്നതിന്റെ ഒരു വലിയ ദൃഷ്ടാന്തമാണ് ക്ലാസ്മാന്റെ പ്രഖ്യാപനം സൂചിപ്പിക്കുന്നത്. റിസൾട്ട് വന്ന ഉടൻ ഗീബൽസ് ഹിറ്റ്ലറെ വിളിക്കുകയാണ്. 90.5% വോട്ടോടുകൂടി സാറിലെ ജനങ്ങൾ ജർമ്മനിലേക്ക് ചേരാൻ തീരുമാനിച്ച വിവരം ഗീബൽസ് എന്ന് ഫോണിലൂടെ അറിയുന്ന ഹിറ്റ്ലർ വിതുമ്പിപ്പോയെന്നാണ്
കൂടെ ഉണ്ടായിരുന്ന ആളുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഹിറ്റ്ലർക്ക് ആവേശം അടക്കി വെക്കാൻ പറ്റുന്നില്ല. പാർലമെന്റിൽ ഈ വിവരം പ്രഖ്യാപിച്ച അഡോൾഫ് ഹിറ്റ്ലർ അക്ഷരാർത്ഥത്തിൽ സന്തോഷം കൊണ്ടൊന്ന് ജ്വലിക്കുകയായിരുന്നു. ഹിറ്റ്ലർ സന്തോഷം മുഴുവൻ പാർലമെന്റ് അംഗങ്ങൾക്ക് ഒരുപോലെ പ്രതിഫലിക്കുകയാണ്. മാർച്ച് 1 സാർലാൻഡ് ഔദ്യോഗികമായി ജർമ്മനിയോട് ജോയിൻ ചെയ്തത്. ആ ദിവസം സാർലാൻഡിന്റെ തലസ്ഥാനത്ത് ഹിറ്റ്ലർ എത്തിയിരുന്നു. സാർലാൻഡ് സിറ്റിയിൽ സകലരെയും കാണത്തക്ക രീതിയിൽ പോസ്റ്റ് ചെയ്തിരുന്ന ഹിറ്റ്ലർ സാർലാൻഡിന്റെ മോചകനായിട്ടാണ് ആളുകളുടെ മുന്നിൽ അവതരിക്കുന്നത്. ലീഗ് ഓഫ് നേഷന്റെ പേരിൽ പല രാജ്യങ്ങൾ ചേർന്ന് സാർലാൻഡിനെ അടക്കി ഭരിക്കുകയായിരുന്നു. അവരെ ഇതാ മോചിപ്പിച്ച് ജർമ്മനിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ആ ഒരു ഫീലാണ് ഹിറ്റ്ലർ അവിടെ ഉണ്ടാക്കുന്നത്. ഹിറ്റ്ലറെ കാണാനായി ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളാണ് ആ നഗര ചതുരത്തിലേക്ക് ആ നിമിഷത്തിൽ തടിച്ചുകൂടുന്നത്. ഹിറ്റ്ലർ മുമ്പിലായി ആ ചൗധരത്തിൽ തടിച്ചുകൂടിയിരുന്ന പതിനായിരക്കണക്കിന് ആളുകൾ ഭ്രാന്തമായ ആവേശത്തോടെ ഹേൽ ഹിറ്റ്ലർ എന്ന് വിളിക്കുന്നത് ഒരുപാട് പത്രങ്ങളും റേഡിയോകളും റിപ്പോർട്ട് ചെയ്യുകയാണ്. ആളുകൾക്ക് മുഴുവൻ ഭ്രാന്ത് പിടിച്ചതുപോലെയാണ്. അവരിതാ ജർമ്മനിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. സാർലാൻഡിലെ ആളുകളെ ജർമ്മനിലേക്ക് സ്വീകരിക്കാനായി മെയിൻലാൻഡിൽ നിന്നും അനവധി ആളുകൾ അവിടെ എത്തിയിരുന്നു. ഒരു വല്ലാത്ത കൂടിച്ചേരലിന്റെയും സൗഹൃദത്തിന്റെയുമായ ഒരു അന്തരീക്ഷം. ശരിക്കും ആളുകൾ ജർമ്മൻ എന്ന വികാരം കൊണ്ട് തിളയ്ക്കുന്ന ഒരു രംഗത്തിന് സാക്ഷിയാവുകയാണ് അഡോൾഫ് ഹിറ്റ്ലർ. ഇതേ കാലഘട്ടത്തിൽ തന്നെ ജർമ്മനിയുടെ വടക്ക് കിഴക്ക് ഭാഗത്തുള്ള പോളണ്ടുമായും ഹിറ്റ്ലർ ഒരു കരാറിൽ ഏർപ്പെടുകയാണ്. ഒരു പരസ്പര സൗഹൃദ കരാറാണ്. പതുക്കെ ജർമ്മനിയുടെ വിദേശ നയം ഹിറ്റ്ലർ നടപ്പിലാക്കി തുടങ്ങുകയാണ്. വാഴ്സ ഉടമ്പടിയുടെ ഭാഗമായി ഒരുപാട് റെസ്ട്രിക്ഷൻസ് ജർമ്മനിക്കുണ്ട്. ആ റെസ്ട്രിക്ഷൻസിൽ നിന്ന് പുറത്ത് കടക്കണം. ഇതാണ് ഹിറ്റ്ലർ മുന്നിലുള്ള ആദ്യത്തെ കടമ്പ എന്ന് പറയുന്നത്. അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഹിറ്റ്ലർ നടത്തുന്നത്. വാഴ്സ ഉടമ്പടി പ്രകാരം ജർമ്മനി സൈന്യത്തെ കെട്ടിപ്പടുക്കുവാൻ പാടില്ല. വാഴ്സ ഉടമ്പടി ജർമ്മനിയുടെ സൈനിക വളർച്ചയെ ഒരുപാട് തടസ്സപ്പെടുത്തുന്നുണ്ട്. വാഴ്സ ഉടമ്പടി നിലനിൽക്കെ തന്നെ ഹിറ്റ്ലർ പതുക്കെ ജർമ്മൻ സൈന്യത്തെ കെട്ടിപ്പടുക്കുന്നതും ഈ കാലഘട്ടത്തിലാണ്. ജർമ്മനിയുടെ കര നാവിക സൈന്യങ്ങളോടൊപ്പം തന്നെ എയർഫോഴ്സിനെയും ഹിറ്റ്ലർ രഹസ്യമായി ബിൽഡ് ചെയ്യുകയാണ്. ജർമ്മനിയിലെ തൊഴിലില്ലായ്മ അവസാനിപ്പിക്കാനുള്ള ഒരു മാർഗമെന്ന നിലയിൽ കൂടി ജർമ്മൻ ഫാക്ടറികളിൽ ആയുധം ഉണ്ടാക്കാനുള്ള ശ്രമം തുടങ്ങുന്നതും ഈ കാലഘട്ടത്തിലാണ്. ആയുധം ഉണ്ടാക്കാനുള്ള ശ്രമം തുടങ്ങിയതോടുകൂടി ഒരുപാട് തൊഴിലവസരങ്ങൾ ജർമ്മനിൽ സൃഷ്ടിക്കപ്പെടുകയാണ്. തൊഴിലവസരങ്ങളുടെ സൃഷ്ടിക്ക് വേണ്ടി ആയുധങ്ങൾ ഉണ്ടാക്കുന്നു എന്നാണ് ജർമ്മനി പുറത്തു പറയുന്നതെങ്കിലും പതുക്കെ ജർമ്മൻ സൈന്യം പൂർണ്ണമായും ആയുധവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരായി ഫ്രാൻസും ബ്രിട്ടനും ഒക്കെ അതിശക്തമായി പ്രതികരിക്കുന്നുണ്ട്. ജർമ്മനി അവരുടെ സൈന്യത്തിന്റെ വലിപ്പം കൂട്ടുന്നതിനെ കുറിച്ച് ശരിക്കും ആശങ്കയിലാണ് ഫ്രാൻസും അതുപോലെ ബ്രിട്ടനും. അതുകൊണ്ടാണ് അവർ രണ്ടുപേരും കൂടി സംയുക്ത പ്രസ്താവന ജർമ്മനിക്കെതിരെ നടത്തുന്നത്. ആ പ്രസ്താവന വരുന്നത് 1935 ഫെബ്രുവരിയിലാണ്. ആ പ്രസ്താവന ഇറങ്ങിയിട്ടും ഹിറ്റ്ലർ അത് മൈൻഡ് ചെയ്യുന്നില്ല. 1935 മാർച്ച് 15 ഹിറ്റ്ലർ ഡിഫൻസ് മിനിസ്റ്റർ ബ്ലൂംബർഗിനോട് ആ കാര്യം പറയുകയാണ്. നമ്മുടെ സൈന്യത്തിന്റെ സ്ട്രെങ്ത് 23 ഡിവിഷനിൽ നിന്ന് 36 ഡിവിഷനിലേക്ക് മാറ്റണം. ഞെട്ടലോടുകൂടിയാണ് ബ്ലൂംബർഗ് ആ വാർത്ത കേൾക്കുന്നത്. ജർമ്മനി സൈന്യത്തിന്റെ വലിപ്പം കൂട്ടുന്നു എന്ന് കേട്ടപ്പോൾ 23 ഡിവിഷനിൽ നിന്ന് 36 ഡിവിഷനിലേക്ക് മാറ്റുമെന്ന് ഡിഫൻസ് മിനിസ്റ്ററായ ബ്ലൂംബർഗ് കരുതിയിരുന്നതല്ല. അങ്ങനെ ചെയ്താൽ പാശ്ചാത്യ ശക്തികളുടെ എതിർപ്പിനെ ജർമ്മനി നേരിടേണ്ടി വരും. ആ ഒരു ഭയമാണ് ബ്ലൂംബർഗിനുള്ളത്. ബ്ലൂംബർഗിന്റെ മുഖം ആകെ വിളറി വെളുത്തിരിക്കുകയാണ്. ഡിഫൻസ് മിനിസ്റ്റർ മാത്രമല്ല, ആർമിയിലെ മുൻ ജനറൽ കൂടിയാണ് ബ്ലൂംബർഗ്. അതുകൊണ്ട് തന്നെ ബ്ലൂംബർഗിന് 23 ഡിവിഷനിൽ നിന്ന് 36 ഡിവിഷനിലേക്ക് ജർമ്മനി മാറുന്നു എന്ന് പറയുമ്പോൾ അത് വെസ്റ്റേൺ കൺട്രീസിൽ ഉണ്ടാക്കാൻ സാധ്യത ഇമ്പാക്ട് എന്താണെന്ന് വ്യക്തമായി തിരിച്ചറിയാം. അതുകൊണ്ടാണ് ബ്ലൂംബർഗിന്റെ മുഖം ആകെ വിളറി വെളുക്കുന്നത്. ബ്ലൂംബർഗിനെ ശ്രദ്ധിച്ചിട്ട് ഹിറ്റ്ലർ പറഞ്ഞു, നമ്മൾ എന്തായാലും അത് ചെയ്യാൻ പോവുകയാണ്. ഹിറ്റ്ലർ തീരുമാനിച്ചുറച്ചാണ് തന്നോട് സംസാരിക്കുന്നത് മനസ്സിലായ ബ്ലൂംബർഗ് ഹിറ്റ്ലറോട് ഒരുപാട് കാര്യങ്ങൾ പറയുകയാണ്. അപകടമാണ്, എല്ലാ വൻ ശക്തികളും കൂടി നമ്മൾക്കെതിരെ തിരിയും, കൂടുതൽ റെസ്ട്രിക്ഷൻസ് വരും, ചിലപ്പോൾ അവർ നമ്മളെ വീണ്ടും ആക്രമിച്ചേക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ബ്ലൂംബർഗ് ഹിറ്റ്ലറോട് പറയുകയാണ്. ഹിറ്റ്ലർ ബ്ലൂംബർഗ് പറയുന്ന മുഴുവൻ കേട്ടിട്ടും
പിറ്റേ ദിവസം മന്ത്രിസഭാ മീറ്റിംഗ് വിളിക്കുകയാണ്. 1935 മാർച്ച് 16 ഉച്ച കഴിഞ്ഞ് 2 മണി പ്രത്യേക ക്യാബിനറ്റ് കൂടുകയാണ്. ആ ക്യാബിനറ്റ് മീറ്റിംഗിൽ സകല ക്യാബിനറ്റ് അംഗങ്ങളെ നോക്കിയതിനു ശേഷം ഹിറ്റ്ലർ അയാൾ തയ്യാറാക്കിക്കൊണ്ടുവന്ന ഡ്രാഫ്റ്റ് പേപ്പർ അവതരിപ്പിക്കുകയാണ്. പ്രഖ്യാപനവും ആ പ്രഖ്യാപനത്തിന് അനുബന്ധിച്ചുള്ള നിയമവും വളരെ വ്യക്തമായി എഴുതി തയ്യാറാക്കിക്കൊണ്ടാണ് ഹിറ്റ്ലർ വന്നിരിക്കുന്നത്. ഹിറ്റ്ലർ അത് അവതരിപ്പിച്ച് കഴിഞ്ഞ ഉടൻ വല്ലാത്തൊരു ആവേശമാണ് മന്ത്രിസഭാംഗങ്ങൾക്കുണ്ടാകുന്നത്. ബ്ലൂംബർഗ് പെട്ടെന്ന് ചാടി എണീറ്റ് ആ മന്ത്രിസഭ മീറ്റിംഗിൽ സാധാരണഗതിയിൽ ആരും ചെയ്യാത്ത ആ ഒരു കാര്യം ചെയ്യുകയാണ്. ഹേൽ ഫ്യൂറർ, ഹേ ഹിറ്റ്ലർ, ലീഡർക്ക് അഭിവാദ്യങ്ങൾ, ഹിറ്റ്ലർക്ക് അഭിവാദ്യങ്ങൾ എന്നിങ്ങനെ ഉറക്കെ വിളിക്കുകയാണ്. മന്ത്രിസഭാ മീറ്റിംഗിൽ സാധാരണഗതിയിൽ ആരും അത് ചെയ്യുന്നതല്ല. പക്ഷേ ഡിഫൻസ് മന്ത്രിയായ ബ്ലൂംബർഗ് മുൻ ആർമി ജനറൽ കൂടിയാണ്. അദ്ദേഹം അങ്ങനെ വിളിച്ചു പറഞ്ഞതോടുകൂടി സകലരും അത് ആവർത്തിക്കുകയാണ്. ആകെ ചാർജ് എടുത്തൊരവസ്ഥയാണ്. 23 ഡിവിഷനിൽ നിന്ന് 36 ഡിവിഷനിലേക്ക് ജർമ്മൻ സൈന്യം മാറാൻ പോകുന്നു. ജർമ്മനി വീണ്ടും അതിന്റെ പഴയ പ്രതാപത്തിലേക്ക് വരാൻ പോകുന്നു എന്ന് ഹിറ്റ്ലർ ആദ്യമായി ആ മന്ത്രിസഭാംഗങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. മന്ത്രിസഭാ തീരുമാനം വൈകുന്നേരമായപ്പോൾ തന്നെ ബെർലിൻ മുഴുവൻ അറിയുകയാണ്. പതുക്കെ പതുക്കെ സകല ജനങ്ങളും റേഡിയോയിലൂടെ വാർത്ത അറിയുകയാണ്. ജർമ്മനി മുഴുവൻ വല്ലാത്തൊരു ആവേശത്തിലാവുകയാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ അവസാനം നിലവിൽ വന്ന വാഴ്സ കരാർ ജർമ്മനിയുടെ ചിറകുകളെല്ലാം അരിഞ്ഞിരിക്കുകയായിരുന്നു. ആ ചിറകുകൾ ഇതാ വീണ്ടും കിളിർക്കുന്നു. അങ്ങനെ ഒരു ഫീലാണ് ജർമ്മൻ ജനതയ്ക്ക് ഉണ്ടാവുന്നത്. അതിൻ്റെതായ ഒരു ആവേശം ജർമ്മനിയിൽ എമ്പാടും ദൃശ്യമാവുകയാണ്. സകല ജർമ്മൻകാരും ആവേശത്തോടുകൂടി തെരുവിലിറങ്ങുകയാണ്. ജർമ്മനി ഇതാ വീണ്ടും പ്രതാപത്തിലേക്ക് വരുന്നു. തെരുവിൽ കാണുന്ന ആളുകളുടെ ആവേശം വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ കഴിയത്തില്ല. അക്ഷരാർത്ഥത്തിൽ ഒരു ഉത്സവ അന്തരീക്ഷമാണ്. 23 ഡിവിഷനിൽ നിന്ന് 36 ഡിവിഷനിലേക്ക് മാറുന്ന ജർമ്മനി അതിന്റെ ബന്ധനങ്ങളിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നു. ഒരു ആവേശമാണ് ജനങ്ങൾക്ക്. അഡോൾഫ് ഹിറ്റ്ലറുടെ ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവരും ഒക്കെ അമ്പരപ്പോടെയാണ് ഈ വാർത്ത കേട്ടത്. ആവേശം സകലർക്കും ഒരുപോലെ തന്നെ അനുഭവപ്പെടുകയാണ്. ജർമ്മനിയിലെ മുഴുവൻ ജനങ്ങളും ആവേശത്തിലായിരിക്കുമ്പോഴും ഒരു ചോദ്യം എല്ലാവരുടെയും മനസ്സിലുണ്ട്. ബ്രിട്ടനും ഫ്രാൻസും അടങ്ങിയ വൻ ശക്തികൾ ഇതിനോട് എങ്ങനെ പ്രതികരിക്കും? ഇറ്റലിയിലെ സ്ട്രെസ്സ എന്ന നഗരത്തിൽ ഇറ്റലിയുടെയും ഫ്രാൻസിൻ്റെയും ബ്രിട്ടന്റെയും ഉന്നത അധികാരികളുടെ മീറ്റിംഗ് ആരംഭിച്ചു. ഏപ്രിൽ 11 മുതൽ 14 വരെയാണ് മീറ്റിംഗ്. ഏകപക്ഷീയമായി വാഴ്സ ഉടമ്പടിയിൽ നിന്ന് ജർമ്മനി പിന്മാറിയിരിക്കുന്നു. വാഴ്സ ഉടമ്പടിയിൽ 440ഓളം കാര്യങ്ങളുണ്ട്. അതിൽ 411 ജർമ്മനിക്ക് എതിരായുള്ള, ജർമ്മനി അടക്കി നിർത്താനുള്ള ചില നിബന്ധനകളാണ്. ആ നിബന്ധനകളിൽ നിന്നാണ് ജർമ്മനി ഇതാ സ്വതന്ത്രമാകുന്നത്. അതുകൊണ്ട് തന്നെ ഏപ്രിൽ 11-നും 14-നും ഇടയിലുള്ള ദിവസങ്ങളിൽ ഇറ്റലിയിലെ സ്ട്രെസ്സയിൽ ചൂടുപിടിച്ച ചർച്ച നടക്കുകയാണ്. മുസോളിനി ആകെ ചൂടിലാണ്. മുസോളിനി ദേഷ്യപ്പെട്ട് ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും പ്രതിനിധികളോട് പറയുകയാണ്, ജർമ്മനിയുമായുള്ള സകല ബന്ധവും അവസാനിച്ചിരിക്കുന്നു. ഇനി ജർമ്മനിയുമായിട്ട് ചർച്ചയ്ക്ക് ഞങ്ങളില്ല. ജർമ്മനി നമ്മുടെ ശത്രു രാജ്യമാണ്. അങ്ങനെ നമ്മൾ പ്രഖ്യാപിക്കണം. മുസോളിനി അതിശക്തമായാണ് ആവശ്യം ഉന്നയിക്കുന്നത്. മുസോളിനി അതിശക്തമായി ആവശ്യപ്പെട്ടിട്ടും ബ്രിട്ടനും ഫ്രാൻസും വഴങ്ങുന്നില്ല. ജർമ്മനിക്കെതിരെ അതിശക്തമായ നടപടികൾ എടുക്കണ്ട എന്നൊരു അഭിപ്രായത്തിലാണ് ഇപ്പോൾ ഫ്രാൻസും അതുപോലെ ബ്രിട്ടനും എത്തി നിൽക്കുന്നത്. അവർക്ക് രണ്ടുപേർക്കും അവരുടേതായ 100,000 പ്രശ്നങ്ങളുണ്ട്. ജർമ്മനിയുടെ പ്രശ്നം കൂടി ഏറ്റെടുക്കുവാൻ തൽക്കാലം അവർ തയ്യാറല്ല. അതാണ് അവരുടെ സംഭാഷണത്തിൽ മുസോളിനിക്ക് മനസ്സിലാവുന്നത്. മുസോളിനിയാണെങ്കിൽ രണ്ടും കൽപ്പിച്ച് നിൽക്കുകയാണ്. ജർമ്മനിയെ ശത്രുവായി പ്രഖ്യാപിക്കണം. ഇതാണ് മുസോളിനിയുടെ ആവശ്യം. യഥാർത്ഥത്തിൽ ഏപ്രിൽ 11-നും 14-നും ഇടയിലുള്ള ചർച്ച നടക്കുന്നതിന് മുന്നേ തന്നെ ബ്രിട്ടൻ ജർമ്മനിയുമായി അടുക്കാനുള്ള ഒരു പഴുതുണ്ടാക്കിയിരുന്നു. ജർമ്മനിയുമായി ചർച്ച നടത്താനായി ബ്രിട്ടൻ അവരുടെ ഉന്നത ഉദ്യോഗസ്ഥരെ ബെർലിനിലേക്ക് അയക്കാനുള്ള ഡേറ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ കാര്യം മറച്ചു വെച്ചിട്ടാണ് യഥാർത്ഥത്തിൽ ബ്രിട്ടൻ മുസോളിനിക്ക് മുമ്പിൽ നാടകം കളിക്കുന്നത്. മുസോളിനിയാണെങ്കിൽ ജർമ്മനിക്കെതിരായി സാമ്പത്തിക ഉപരോധം ഉൾപ്പെടെ എല്ലാ തരത്തിലുള്ള ഉപരോധങ്ങളും കൊണ്ടുവരണമെന്നും ജർമ്മനിയെ ഒരു പാഠം പഠിപ്പിക്കണമെന്നും വീണ്ടും വീണ്ടും ആവശ്യപ്പെടുകയാണ്. 2ാം ലോക മഹായുദ്ധത്തിലേക്ക് യൂറോപ്പ് സാവധാനം കടക്കാൻ തുടങ്ങുകയാണ്. ആ ഭാഗത്തേക്കാണ് നമ്മൾ ഇനി വരുന്നത്. കഥയുടെ ഈ ഭാഗം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു.
അഡോൾഫ് ഹിറ്റ്ലറുടെ കഥ എന്നോടൊപ്പം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഇതുവരെ നിങ്ങളുടെ മുന്നിൽ അഡോൾഫ് ഹിറ്റ്ലറുടെ കഥ പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. താങ്ക് യു.